എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ ആ ഒരു ദിവസത്തെ പ്രത്യേകിച്ച് നമ്മൾ ഉച്ചവരെയുള്ള ആ ഒരു ദിവസത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ ഇന്ന് കടയിൽ പോയിട്ടുള്ള സാധനങ്ങൾ ഒക്കെ മേടിക്കൽ, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറിക്കൊക്കെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റ് ചെറിയ ചെറിയ യാത്രകൾ, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആ ഒരു ചെറിയ ചെറിയ യാത്രകൾ, വീട്ടിലേക്ക് വേണ്ട ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒക്കെ അടക്കമുള്ള അത്തരം കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. അപ്പോൾ ഏതായാലും നേരം രാവിലെ ഞങ്ങൾ ചായ പലഹാരമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങാടിക്ക് പോകണം. ഉച്ച രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു മഴക്കാറ് അതുണ്ട് ഇപ്പം ഇന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അങ്ങാടി പോയി രാവിലെ പിന്നെ വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, പച്ചക്കറിയും അതുപോലെ ഇപ്പോൾ മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ഒരു 8 മണിക്കൊക്കെ പോയി 9 മണിൻ്റെ ഉള്ളിലൊക്കെ വന്ന് എന്നിട്ടാണ് പിന്നെ തുടങ്ങാം കറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ ഇനി ആദ്യം. അതാണിപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കാര്യം. രാവിലത്തെ നടത്തം എല്ലാം കഴിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് ഇനി പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നുള്ള കാര്യമാണിത്. അപ്പോൾ അങ്ങനെയാണ് പോട്ടെ. മഞ്ചേരി ടൗണിലേക്കാണ് പോകാനുള്ളത്. ടൗൺ എത്തണ്ട, നമ്മൾ ഒരു കച്ചേരിപ്പടി എന്നൊക്കെ പറയും, അപ്പോൾ അവിടെ എത്തേ വേണ്ടു. അവിടെ നിന്നാണ് രാവിലത്തെ പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളത്. നമ്മളിവിടെ എത്തി. ഏതായാലും ഇനിയിപ്പോൾ ലേശം ഒരു അര കിലോ ചിക്കനും വേണം, പിന്നെ കുറച്ച് പച്ചക്കറികൾ. അപ്പം അതും വാങ്ങി ഇനി നേരെ ആണ് പോകണം. ഇപ്പം നല്ല സാധാരണ ചൂടല്ല, ഇന്ന് ചൂടുണ്ട്, പക്ഷേ നമുക്ക് നല്ല മഴക്കാറുണ്ട്, മഴയ്ക്കൊരു സാധ്യത ഉണ്ട്. അപ്പോൾ തൽക്കാലത്തിന് വേണ്ട ഒക്കെ വാങ്ങി, ചിക്കനൊക്കെ എല്ലാം വാങ്ങി നമ്മളേതായാലും തിരിച്ച് വീട്ടിൽ എത്തി. അപ്പം ഇന്നിപ്പോൾ നമുക്ക് ബ്രൗൺ ബ്രെഡ് ഉണ്ട്. ഇത് പിന്നെ വെച്ചാൽ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് വൈകിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി മറ്റ് കുറച്ച് പച്ചക്കറികളും പഴങ്ങളൊക്കെ അതും എല്ലാം വാങ്ങി, പിന്നെ അര കിലോ ചിക്കൻ അതും വാങ്ങി. ഇനിയിപ്പോൾ ഇത് കറി വെക്കണം. അപ്പോൾ അതവിടെ നടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഇതാ അലക്കാണ്ട് തുണി അലക്കി ഇടാനുള്ളതുണ്ട്, അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തങ്ങനെ പോരുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഒരു ലോങ് അല്ലാതെ നമ്മളെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലങ്ങൾക്ക് ഇവിടെയുള്ള ആ ഒരു യാത്രകളുണ്ടല്ലോ, നമ്മൾ പ്രത്യേകിച്ച് ചെറിയ ചെറിയ വഴികളായിരിക്കും. റോഡാണെങ്കിലും നമ്മൾ വണ്ടി പോകുന്ന ആ ഒരു ഇതിലും ചിലപ്പോൾ അതിൽ നടന്നൊക്കെ പോകുമല്ലോ. അങ്ങനെയുള്ള അടുത്തുനിന്നുള്ള പരിസരങ്ങളിലുള്ള നല്ല നല്ല കാഴ്ചകൾ അതൊക്കെ നമ്മൾ ഇനി കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗ്രാമ കാഴ്ചകൾ എന്ന് പറഞ്ഞ പോലെ അതിലിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാനും അമ്മയും ഉള്ളതായിരിക്കും. ഇപ്പോൾ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട് കുറേ നല്ല നല്ല സ്ഥലങ്ങൾ. അതുപോലെ ചിലപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നതായിരിക്കാം, അങ്ങനെയുള്ള ഇത്. അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയുള്ള ആ യാത്രയും അപ്പോൾ ഇങ്ങനെ വഴികളിൽ റോഡ് സൈഡിലൊക്കെ കാണുന്ന എന്തെങ്കിലുമൊക്കെ
വാങ്ങലും അതുപോലെ ചായ കുടിക്കല് അങ്ങനെയൊക്കെയുള്ള നല്ല രസമാണ് അങ്ങനത്തെ യാത്രകൾ. എനിക്ക് പൊതുവെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ യാത്രകൾ. ലോങ് യാത്രേനെക്കാട്ടിലും വേറെ ഇങ്ങനെ ചെറിയ ചെറിയ, അപ്പൊ ഞങ്ങൾ സ്ഥിരം ഇടപഴകുന്ന വഴികളാണ്. അപ്പൊ അത് നമുക്ക് പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഞങ്ങൾ ഈ നാട്ടിലെ ഈ ഒരു ഭാഗത്തുള്ള ചെറിയ ചെറിയ ഗ്രാമ വഴികളും കാര്യങ്ങളും അങ്ങനെയുള്ള കാഴ്ചകൾ അത് നമ്മൾ ഇനി കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പൊ ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാഴ്ചകൾ അതാണ്. അപ്പൊ അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ അങ്ങനെ തന്നെ വരുന്നത്. അപ്പൊ നമ്മൾ അത്തരം കാഴ്ചകളാകുമ്പോൾ കുറച്ച് പ്രത്യേകിച്ച് നമുക്ക് ഓരോ പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു റോഡാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു റോഡ് സൈഡിൽ തന്നെ ആ ഒരു കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു നാടിന്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിന്റെ ഏകദേശം ഒരു പൾസ് നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടും. ഈ ഒരു ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് നാട്ടിലുള്ള കാര്യങ്ങൾ കാഴ്ചകൾ അതൊക്കെ നമുക്ക് ആ ഒരൊറ്റ ഒരു വീഡിയോ തന്നെ നമുക്ക് ശരിക്കും കൂടുതൽ നമ്മൾ കാര്യങ്ങൾ പറയുകൂടി വേണ്ട. ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഉണ്ട്, അങ്ങനെയൊക്കെയല്ല നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് ആ ഒരു വിശേഷങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഏറ്റവും വലിയ മാർഗ്ഗമാണല്ലോ അപ്പോൾ ഇത്. അപ്പോൾ അതുകൊണ്ട് അത്തരം വീഡിയോസ് നമ്മൾ അത്തരം കാഴ്ചകളാണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. ഒപ്പം നമ്മളെ മറ്റു വിശേഷങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളെ പാചകങ്ങൾ, അതാണ് നമ്മൾ ഇനി പാചകങ്ങൾ കൂടുതൽ ഇനി അങ്ങനെ ഉണ്ടായിരിക്കുക, സ്പെഷ്യൽ ആയിട്ടുള്ളത് മാത്രം. മറ്റുള്ളതൊക്കെ നമ്മൾ ഇതുപോലത്തെ വിശേഷങ്ങളാണ്. ഇനി ഈ മാസം തന്നെ കുറേ നല്ല നല്ല വിശേഷങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ ആണ്, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോകൾ അങ്ങനെ ഇട്ട് നല്ല നല്ല കാഴ്ചകൾ ഉൾപ്പെടുന്ന അത്തരം കാര്യങ്ങളായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ ആ ഒരു കാഴ്ചകളും അങ്ങനെയാണ്. ഞങ്ങൾ സ്ഥിരം പിന്നെ ഇടപഴകുന്ന ചിലപ്പോൾ നമ്മൾ കടയിലേക്ക് പോകുന്ന വഴികൾ, അതുപോലെ നമ്മൾ മറ്റ് നമുക്ക് നിത്യോപയോഗ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന പല പല സ്ഥലങ്ങളിലായിരിക്കും. ഇവിടെ അങ്ങനെ തന്നെയാണ്, നമുക്ക് അങ്ങനെയാണല്ലോ, പല പല കാര്യങ്ങളിലായിരിക്കും. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചകൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പൊ അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇനി ആ രീതിയിലുള്ള വീഡിയോകളാണ്. അപ്പൊ നമുക്ക് ഓരോ ദിവസത്തിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന രൂപത്തിൽ പല പല കാഴ്ചകൾ അങ്ങനെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേതായാലും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം നമുക്ക്. ഇനിയിപ്പോൾ അടുത്ത ഒക്കെ ചെറിയ ചെറിയ യാത്രകളാണ്. പക്ഷെ എന്താ വെച്ചാൽ എല്ലാം അങ്ങനെ ഓരോന്ന് ചെയ്ത് അങ്ങനെ തീർക്കണം, അതാണ്. നമ്മളങ്ങനെ പോവാണ് റേഷൻ കടയ്ക്ക്. നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോള് പമ്പിൽ നിന്ന് അങ്ങനെ അടിക്കാം. ഫ്രണ്ടിലല്ലേ, ബാക്കിലല്ലേ. ഇവിടുന്ന് ഇങ്ങനെ തിരിയണം. റേഷൻ കടയ്ക്ക് നമ്മള് പോക്കറ്റ് റോഡാണ്, ചെറിയ റോഡ്. ഈ റോഡ് നേരെ ചെന്ന് അങ്ങനെ അങ്ങോട്ട് നമുക്ക് മുള്ളംപാറ, പിന്നെ അങ്ങനെ നേരെ മഞ്ചേരിയിൽ നിന്ന് പൂക്കോട്ടൂർ വഴി മലപ്പുറം പോകുന്ന റോഡിലേക്ക് എത്തും. ആണ് ഈ റോഡ്. അതായത് ഷോർട്ട് കട്ടാണ് ഇവിടെ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോകണം. ഇപ്പോൾ ഇതിലെ
റേഷൻ കട ഏകദേശം എത്താനായി. ഇതിപ്പോൾ മുള്ളമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെയാണ് അവിടുത്തെ റേഷൻ കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കൽ. അപ്പോൾ അങ്ങനെ അവിടേക്ക് എത്താനായി. അപ്പോൾ ഏതായാലും വാങ്ങിച്ചു, നമ്മൾ അരി ഒക്കെ വാങ്ങിച്ചു. ഇപ്രാവശ്യം 8 പാക്കറ്റ് ഗോതമ്പ് പൊടിയുണ്ട്, ആട്ടപ്പൊടി ഉണ്ട്. അപ്പോൾ നമ്മൾ റേഷൻ വാങ്ങി പ്രാവശ്യം 2 മാസമുണ്ട് ഒന്നിച്ച്. അപ്പോൾ അതൊക്കെ വാങ്ങി ഇനി നേരെ അടുത്ത ഇനിയിപ്പോൾ പാർസൽ വാങ്ങാൻ പോട്ടെ. ഇപ്പോൾ ഞങ്ങൾ വെച്ചാൽ അത് കഴിഞ്ഞ് ആ വഴിക്ക് തന്നെയാണ് പോകാനുള്ളത്, നമുക്ക് ഹോട്ടലിൽ പോകാനുള്ളത്, അതായത് പാർസൽ വാങ്ങാൻ. അപ്പോൾ പിന്നെ ഒന്നിച്ചുള്ളൊരു വരവാണ് വന്നത് 11 മണിക്ക് ശേഷം. പിന്നെ 12 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന നേരമൊക്കെ ആകുമ്പോഴേക്ക് ഇതിപ്പോൾ ഇങ്ങനെ നേരെ എങ്ങനെയാണ് ജംഗ്ഷനിൽ നിന്ന് കയറി നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതാണ്. ഇപ്പോൾ ഇവിടുന്നാണ്ട് കയറി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോയാൽ മലപ്പുറം ഭാഗത്തേക്ക് പോവാം. ഇതിലെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള വേറൊരു വഴിയാണ്. ഇത് സാധാരണ പോകുന്നൊരു വഴി വേറെ ഉണ്ട്, ഇതിപ്പോൾ അല്ലാതെ പോകുന്നൊരു വഴിയാണ്. അങ്ങനെ പൂക്കോട്ടൂർ വഴി അങ്ങനെ പോകുന്നൊരു വഴിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ എപ്പോഴും ഇടപഴകുന്ന വഴികളാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നതാ, ഇവിടുന്ന് ഇടത്തെ സൈഡിലേക്ക് പോയിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്. അന്ന് ഞങ്ങൾ വാങ്ങിച്ച വീടായിരുന്നു അത്. പിന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയത്. ഇവിടെ വ്യത്യസ്തങ്ങളായ മന്തികൾ അല്ലേ, എല്ലാ ടൈപ്പും ഉണ്ട്. അതാണ് ഇതിപ്പോൾ കുഴിമന്തി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട തന്നെയാണ്. പലതരത്തിലുള്ള കുഴിമന്തി കിട്ടുന്ന കട. ഇത് മുള്ളമ്പാറ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്നാണ് വാങ്ങുന്നത്. ഇതിപ്പോൾ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂക്കോട്ടൂർ വഴി മലപ്പുറം എത്തും. നമ്മൾ ആ ഹൈവേക്ക് എത്തും, പൂക്കോട്ടൂർ എത്തും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് പോകാം. പിന്നെ അങ്ങനെ നേരെ കോഴിക്കോട് റോഡ് അങ്ങനെയാണ്ട് പോകും. ഇതിപ്പോൾ നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മഞ്ചേരി റോഡ് അങ്ങനെയാണ്. അപ്പോൾ ഞാനേതായാലും ഇവിടുന്ന് പാർസൽ വാങ്ങട്ടെ. ഇതൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ നാട് തന്നെയാണ്, മുള്ളമ്പാറ. ആദ്യം ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്നത്. ഈ ഇതൊക്കെ നിൽക്കുന്നതിൻ്റെ അവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെയായിരുന്നു. അവിടെ. അപ്പോൾ ഏതായാലും മന്തി റൈസും വാങ്ങി ഇനി ഏതായാലും നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോഴേക്ക് ഏകദേശം കഴിക്കാനായി. അപ്പം അമ്മ അവിടെ കാത്തുക്കുണ്ട്. അപ്പോൾ ഏലൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പോഴേക്ക് ഊണ് കഴിക്കാനായിരിക്കുന്നു. വേലന്ന് ഊണ് കഴിക്കായി. അമ്മയ്ക്ക് പിന്നെ എന്താ വെച്ചാൽ മന്തി റൈസ് പറ്റില്ലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് സാധാരണ ചോറ്, ചിക്കൻ കറി. ചിക്കൻ കറിയൊക്കെ പിന്നെ നമ്മളിവിടെ വീട്ടിലുണ്ടാക്കി, നമ്മുടെ പതിവ് പോലെ നമ്മുടെ സാധാരണ ചിക്കൻ കറി. ഇതാ പുളിയിഞ്ചി, ഇത് നമ്മളെ മന്തി റൈസ്. അതിലേക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള മറ്റ് അച്ചാറ് എല്ലാം ഉണ്ട്. കണ്ടോ, അത്യാവശ്യം ഉണ്ട്. ഇതിപ്പോൾ 80 രൂപയാണ് ഈ റൈസിന് മാത്രം. അത്യാവശ്യം നല്ല ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ നല്ല പോലെ തന്നെ ഉണ്ട്, എന്നാലും ഉണ്ട്. ബാക്കിയാണ് പിന്നെ നമ്മളെ പൂച്ചയ്ക്ക് കൊടുക്കാണ്ട്. അതും പിന്നെ നമ്മൾ ഈ ഒരു കറി രസമാണിത്. പുളിയിഞ്ചിയും അതിലേക്കുള്ള മറ്റ് അവർ തന്നിട്ടുള്ള പാർസലിൻ്റെ കൂടെ വന്ന എല്ലാം ഉണ്ട്. ഇതിൽ സലാഡും എല്ലാം ഉണ്ട്. മന്തി റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ മന്തി മാത്രം പലതരത്തിലുള്ള മന്തികൾ കിട്ടുന്ന കടയല്ലേ. പിന്നെ നമ്മളെ പുളിയിഞ്ചി അത് നോക്കട്ടെ, നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നല്ല കുറുകിയിട്ടാണ്, കട്ടയായിട്ട് നല്ല നല്ല നന്നായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ഇട്ട് ഉടനെ കാണാം.